ഹലോ ഗൈസ്, ഇന്നൊരു ബ്രെഡ് മസാല റെസിപ്പി നോക്കിയാലോ. അതിനുവേണ്ടി ഒരു 6 കഷ്ണം ബ്രെഡ് എടുത്തിട്ട് ചെറുതായി മുറിച്ച് വെക്കുക. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ജീരകം, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഗൈസ്, ഒരു അബദ്ധം പറ്റി, ഞാൻ ഒരു സ്റ്റീലിൻ്റെ ചീനച്ചട്ടി വാങ്ങിയതായിരുന്നു കേട്ടോ. അത് അടി കട്ടില്ലാത്തതാണ് തോന്നുന്നുണ്ട്. പിന്നെ അടുപ്പത്ത് വെക്കുമ്പോഴത്തേനും കരിഞ്ഞു പോവാണ് എന്തുണ്ടാക്കിയാലും. പിന്നെ വാങ്ങിയതല്ലേ എന്ന് വിചാരിച്ച് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇങ്ങനെ ഉപയോഗിക്കും. അപ്പോൾ വാങ്ങുമ്പോൾ അടിക്കട്ടിയുള്ള പാത്രം നോക്കി വാങ്ങണം കേട്ടോ. ഉള്ളി ഇഞ്ചി വഴന്നതിന് ശേഷം നമുക്ക് 2 സവാള ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുക. അത് ഒന്ന് വാടി കഴിയുമ്പോൾ തക്കാളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം, ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ, അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ നല്ലോണം ഒന്ന് മൂടി വെച്ച് കുറച്ച് സമയം ഒന്ന് വേവിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രെഡ് ചെറുതായി മുറിച്ച് വെച്ചതില്ല അത് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. മസാലയൊക്കെ ബ്രെഡിൽ പിടിക്കുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നടുവിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് പിന്നെ 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുക കേട്ടോ. എന്നിട്ട് ബ്രെഡും മുട്ടയും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് വൈകുന്നേരം ചായക്ക് കടിയൊന്നുമില്ലാഞ്ഞപ്പോൾ ഉണ്ടാക്കിയതാണ്. അപ്പം ചട്ടി കട്ടില്ലാത്തതുകൊണ്ട് തന്നെ അധികം ഇളക്കുമ്പോൾ ഇത് കരിഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഒന്ന് ഇളക്കി മിക്സാക്കിയാണ്. അപ്പോൾ ലാസ്റ്റ് കുറച്ച് മല്ലിയിലും കൂടി ചേർക്കട്ടെ. ഞാനത് മറന്നുപോയി. പിന്നെ ഞാൻ സെർവ് ചെയ്യുമ്പോഴാണ് ചേർത്തത്. അപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.